السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه، ومن شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസിമാരെ, സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ഞങ്ങളെ ദർശന മക്കളെ ഒരു സാംസ്കൃതിക ಕಾರ್ಯಕ್ರಮ അതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സ്റ്റുഡൻസ്മാരെ, അങ്ങനെ പേരൻസ്മാരെ, അസറിൽ പിന്നെ നിങ്ങളും ഇവിടുള്ള ചുമ്മ സബറെടുത്ത് പ്രീതിക്കറ് ഇത്തരണാറാണ് നിങ്ങളുടെ നേരെ മക്കളെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. ഇതെങ്കിലും ചുമ്മ നീട്ടാണ്ട് നന്നൊട്ടിಗೆ ആവശ്യപ്പെട്ട പോലെ ഒന്ന് രണ്ട് ദീനീയത്തുള്ള നസീഹത്ത്, ദീനീപരമീയത്തുള്ള വിഷയ നീളമെന്നുള്ളൂ ചൊല്ലുമ്പോൾ നാം ഉദ്ദേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീയത്തുള്ള വിഷയ ഞങ്ങൾക്ക് പഠിക്കുമ്പോൾ പഠിച്ചത് ജീവനത്തിൽ അമലാക്കുമ്പോൾ തൗഫീഖ് തരട്ടെ. ആമീൻ.
ഞങ്ങളെല്ലാം മുസ്ലിമീങ്ങ മുസ്ലിമീങ്ങ ചൊന്നെങ്കിൽ ഇസ്ലാം ചൊല്ലെ ദീനീത് തൃപ്തിപ്പെട്ട ആൾമാർ. ഇപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഫഖർ ഇക്കും ഞങ്ങൾ മുസ്ലിം ചൊല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന പോലത്തെ ആയത്ത് എന്റെ രണ്ട് സന്ദർഭത്തിൽ ഞങ്ങൾ കേട്ട ومن احسن قولا ممن دعا الى الله ആറുള്ളാറ് അല്ലാഹുക്കു വിൽക്കിറോണ്ടാണ്ട് നല്ല പൽക ചൊന്നോ. അതേപോലെ വഅമില സ്വാലിഹീത്തുല്ലെ അമലും ആക്കി മാത്രമല്ല വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ನಾನು ಮುಸ್ಲಿಂ ರಂಗದಲ್ಲಿ പെട്ടവനായിട്ടില്ല ചൊന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിൽക്കുന്നത് അമല സ്വാലിഹാത്താക്കുന്നത് ನಾನು ಮುಸ್ಲಿಂ ರಂಗದಲ್ಲಿ പെട്ടവനായിത്തിക്കര ചൊല്ലുണ്ടാണ്ടി ഉത്തമയിത്തുള്ള പൽക്ക ചൊന്നോ ആറുള്ളാറ് ചൊന്നേറ്റിക്കര അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്. ഇപ്പൊ മുസ്ലിം ചൊല്ലുള്ളതില് നമുക്ക് അഭിമാനിക്കുന്നൊരൊട്ടിക ഇസ്ലാം ചൊല്ലുള്ള ദീന്റെ ഞങ്ങൾ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ദീൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന പുതിയൊരു ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ മനുഷ്യത്ത് ഞങ്ങളെല്ലാവരും അബ്ബൈത്ത് ക്രിയേറ്റ് ആക്കി ആദം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്ത ദീനും ഇത് ഇസ്ലാം ദീനാണ്. അതിലൂടെ ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിൽ വന്ന എല്ലാ മനുഷ്യന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനീത്ത് സെലക്ട് ആക്കി കൊടുത്തു. ഓരോ കാലഘട്ടത്തിന് തക്കന ശരീഅത്തില് ചേഞ്ചസ് ഇന്നെങ്കിലും ബേസിക് ഈത്തുള്ള വിഷയ എല്ലാ അമ്പിയാക്കന്മാരും പഠിപ്പാടിത് ഒന്നേ ഈത്തുണ്ട് ഉച്ചത്തുള്ളതും ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന്റെ ദഅവത്താക്കാൻ കഴിയും. മനുഷ്യന്മാരുടെ നടുവിലു അങ്ങനെ ഈ ദീന്റെ വിഷയം മറന്നുപോയപ്പോ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിൽ നിന്ന് അങ്ങ് ശിർക്കിക്ക് തിരിഞ്ഞു പോയപ്പോ അന്ധവിശ്വാസത്തെ അനാചാരത്തെ പെരോടി അങ്ങ് പോയപ്പോ വ്യത്യസ്തയുള്ള കാലഘട്ടത്തില് വ്യത്യസ്തയുള്ള പെടുക്കത്തരത്തിൽ അങ്ങ് മുൽഞ്ഞപ്പ അങ്ങനെ നടുവിലു ഇന്ന് എല്ലാ താണ്ടി നല്ല മനുഷ്യന്മാരെ അമ്പിയാക്കന്മാരെ അല്ലാഹു സെലക്ട് ആക്കിയിട്ട് അങ്ങ് നുബുവത്തിനെ കൊടുത്തു, അങ്ങ് വഹീനെ കൊടുത്തു. ഈ ദീൻ എത്തുവാടി കൊടുത്തു എന്നാണ് ചൊല്ലുന്നത് ചരിത്രത്തിൽ അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1,24,6 അമ്പിയാക്കന്മാർ ഈ ദുനിയാവ് കടന്നു വന്നൊരാൾ ചൊല്ലുന്നത്. അതിൽ 300 റസൂൽമാർ ഇന്നാലും ചൊല്ലുന്നത്. ഖുർആനിലെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് മെൻഷൻ ആക്കിയത് 25 നബിമാർ മാത്രമേ. അതിൽ ആ 25 നബിമാർ മാത്രമേ അല്ല ഈ ദീന്റെ ദഅവത്താക്കി. ഞങ്ങൾക്ക് പേര് പിടില്ലാത്ത ഏതേത് കാലഘട്ടത്തിൽ മനുഷ്യന്മാർ തിരുതൊട്ടിട്ട് പോയിരാറ ആ ടൈമിലെല്ലാം ആ കാലഘട്ടത്തില് ആ പ്രദേശത്തെ ആൾമാർ ഏത് ലാംഗ്വേജ് എത്തിക്കുന്ന പൽക്ക പറഞ്ഞു ആ ലാംഗ്വേജിൽ ഞങ്ങൾക്ക് ദീനത്വാടി കൊടുക്കും റസൂൽമാരെ നമ്പിയാക്കന്മാർ അല്ലാഹു കർത്തിരക്ഷത്തിൽ എത്തിക്കുക. ആ അമ്പിയാക്കന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ ബറോട് കൂടിയിട്ട് എണ്ണിട്ട് ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് പോയി അമ്പിയാക്കന്മാർ പഠിപ്പാടി അതേ ദീനീതിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിന്യൂ ആക്കി. ഇപ്പൊ നോക്കൂ ഞങ്ങൾ ആലോചന ആക്കുമ്പോൾ വിഷയിക്കുന്നത് ഓരോ നബിമാരും അങ്ങനെ കാലഘട്ടത്തിൽ ദീന്റെ ദഅവത്താക്കുമ്പോൾ കാരണം ആൾമാർ ആ ദീനിൽ നിന്ന് തപ്പിപ്പോയ സബലിത്തി വഹദാനിയത്തിലെ പഠിപ്പാട്ട് കുബന്നെ അമ്പിയാക്കന്മാർ അങ്ങനെ മക്കമാർ പോലും ദീനിൽ നിന്ന് തപ്പിപ്പോയ ചരിത്ര ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടുത്താണ്.
നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമുള്ള മതയിച്ചു സ്വന്തം മോന് പോലും ഈമാൻ കുമറാണ്ട് ആ വെള്ളത്തില് മുല്ലി മരിക്കുന്ന ദിക്ർ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ആ അമ്പിയാക്കന്മാരെ അപ്പമാർ ഉമ്മമാർ ഈവൻ പെഞ്ഞായിമാർ സ്വന്തം കുടുംബത്തിനെല്ലാം ഈ ദീൻ കിട്ടാണ്ട് പേരാണ്. അയങ്ങള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലാസ്റ്റ് റസൂൽ മുഖാന്തര ഈ ദീൻ ഈ ഉമ്മത്തിക്ക് എത്തുവാട്ടി തന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പോലും ചുന്ന ആൾമാർക്ക് ഈ ദീൻ കിട്ടിയിട്ടില്ല. ഈ എത്തുവാട്ടി തന്നെ ദീന്റെ അനുയായിമാരായിട്ടുള്ള നങ്ങ ചൊന്തുല്ലേ അവർ ബോധ നങ്കിക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നങ്ക് തന്ന എല്ലാത്തിന്റെ വലിയൊരു തൗഫീഖ് എത്തിക്കുന്നത്. അതിനുള്ള ഞങ്ങളോട് മനസ്സിലാക്കുന്നത് എങ്ങനെ മുന്നൽ കല്ലി പോയ കാലഘട്ടത്തില് ആൽമാർ അള്ളാഹു യഥാർത്ഥത്തിലുള്ള ദീനിൽ നിന്ന് തപ്പിപ്പോയിരാറ അതേപോലെ ഈ ഉമ്മത്തിലും ആൽമാർ ദീനിൽ നിന്ന് തപ്പിപ്പോണ്ടാറ് ചൊല്ലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാടി യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബിമാരെ ഉപദേശാക്കുമ്പോ അങ്ക് ചൊന്തു കൊടുത്ത പോലത്തെ പൽക്കൈത്ത് നമുക്ക് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദിമാർ 71 ഫിർഖൈത്ത് പോയിരാ, 71 വിഭാഗൈത്ത് പോയിരാ. വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ. നസാറാക്കന്മാർ 72 ഫിർഖൈത്ത് വിഭാഗൈത്ത് ഗ്രൂപ്പൈത്ത് പോയിരാ. وستفترق هذه الأمة على 73 فرقة. രണ്ട് ഉമ്മത്ത് അങ്ങ് ഫിർഖൈത്ത് പോണ്ട, രണ്ട് ഫിർഖൈത്ത് പോയിട്ടില്ല. അതുകൊണ്ട് ദിക്ർ അവിടെ മുദാരിയത്തുൽ ഫീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഫിർഖൈത്ത് പോണ്ട. എത്ര യഹൂദിരങ്ങളാണ്ടും നസാറാക്കന്മാരാണ്ടും യാറ 73 വിഭാഗം കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിൽ ഇല്ല വാഹിദ, ഒരു ഫിർഖത്തെ പെട്ടിട്ട്. അപ്പൊ സ്വഹാബിരങ്ങ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാർ, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ ആരെ തിക്റാർ അന ആ ഒരു വിഭാഗം സ്വർഗ്ഗത്തുക്ക് പോണ്ടാറ് ചൊന്നാർ ആരെ തിക്റാർ അന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഐഡന്റിറ്റി ചെന്നത് അങ്ങ ഇന്നെ ഗ്രൂപ്പ് റങ്ങ അല്ലെങ്കിൽ ഇന്നെ സംഘടന റങ്ങ അല്ലെങ്കിൽ ഈ പേരിൽ അറിയപ്പെടുന്ന ചൊന്തൊന്നും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ കാന അലാ മിത്ലി മാ അന അലൈഹി വ അസ്ഹാബി, നാനും എന്റെ സ്വഹാബിമാരും ഏതൊരു മാർഗത്തിൽ നിന്നാറ അതേപോലെ ആരിക്റാറ അനീതിക്റാറ സ്വർഗത്തിൽ ചൊന്ന. അങ്ങനെ ദീന്റെ പരിശോധനാക്കുമ്പോൾ ആ ഒരു ബേസിലെത്തി മുസ്ലിമോ ചൊന്തു ചൊല്ല എല്ലാവരും എന്റെ ദുനിയാവിൽ എത്ര മുസ്ലിം ഇറങ്ങും. ദുനിയാവില് 850 കോടി മുട്ട മനുഷ്യന്മാർ 200 കോടി രാട്ടിയാറ് മനുഷ്യന്മാർ മുസ്ലിം രംഗ ചൊന്തയിത്തിക്കൽ അറിയപ്പെടുന്നത്. ആ 200 കോടി ആൾമാർ എല്ലാവരും വാദിന്തരെ നങ്ങ മുസ്ലിം നങ്ങ മുസ്ലിം നങ്ങ മുസ്ലിം ചൊ നങ്ങ ഇത്തിക്കൽ യഥാർത്ഥത്തിലുള്ള മുസ്ലിം ചൊ. അതിനുള്ള അത് പരിശോധനാക്കുമ്പോൾ ಬೇಸಂದರೆ ಆ ರೀತಿ ಕರಾರಿ ಯಥಾರ್ಥದಲ್ಲಿ ಮುಸ್ಲಿಂ ಚುಂಟು ಈ ರಸೂಲುಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಾಲ್ಕೈತಿ ಎಂದರೆ ಮನ್ ಕಾನ ಅಲಾ ಮಿತ್ಲಿ ಮಾ ಅನ ಅಲೈಹಿ ವ ಅಸ್ಹಾಬಿ, ನಾನು ನನ್ನ ಸ್ವಹಾಬಿರಗ ಇಂದ ಬೋlte ಮಾರ್ಗത്തിൽ ആരിക്കരാർ അംഗീകരിക്കരാർ ആ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട യഥാർത്ഥ ഇസ്ലാമിനെ കെട്ടിപ്പിടിക്കരാക അംഗീകരിക്കരാർ. സഹോദരന്മാരെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പൽക്ക നാനും എന്റെ സ്വഹാബിരങ്ങ ഏതൊരു മാർഗത്തിൽ തുല്യമാണ്. ആ മാർഗത്തിൽ ആരിക്കരാർ അംഗീകരിക്കരാർ സ്വർഗത്തിൽ കൊണ്ട് ആൾമാർ ചൊന്നു. മുന്നൽ കല്ലിപ്പോയെ സമുദായത്തിലെല്ലാം ആൾമാർ ഫിർഖായ പോലെ ഗ്രൂപ്പ് പോയ പോലെ രണ്ട് ഉമ്മത്തിലും പോണ്ടു ചൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. ആ ഫിർഖത്തെ സ്റ്റാർട്ടിംഗ് സ്വഹാബിമാരെ കാലഘട്ടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിനെ അതിന്റെ വിഷയത്തിൽ എച്ചരിക്കപ്പെടുത്തുന്ന ഹദീസിൽ കാണാം.
ദീർഘിയിട്ടുള്ള ഹദീസിലെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന സീരിയസ് ആയിട്ട് സ്വഹാബികളെ ചൊല്ലാറ് നബിയെ സ്പീച്ച് ആക്കുമ്പോൾ ഒരു കമാൻഡർ അയാളെ സൈന്യത്തിന് എങ്ങനെ കമാൻഡ് കൊടുക്കാറാണ് ആ രൂപത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തിൽ ചൊല്ലുന്നു തറക്തുകും അലാ മഹ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. നിങ്ങളാ ഇതാ ഒരു ബെൽറ്റ് റോഡിലേക്ക് ബെൽറ്റ് തെരുവിലേക്ക് നാ വിട്ടു പോണ്ടേ. ആ റോഡ് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈലുഹാ കനഹാരിഹാ, അതിൽ ജാവു ബോൽമന പോലെ ഐതിക്ക് ചൊല്ലുന്നു. ലാ യസിഉ അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. നാശിച്ചു പോയവർ തല്ലാണ്ട് ആ തെരുവിൽ നിന്ന് തപ്പിത് പോലെ ചൊല്ലുന്നതേക്ക് അത്രക്കും വ്യക്തിത്വമുള്ള മാർഗം. ഏതേത് കാലഘട്ടത്തില് ഏതേത് പ്രദേശത്ത് ഏതേത് മുസ്ലിം അവനക്ക് ആ മാർഗം സ്വീകരിച്ചെങ്കിൽ വേറെ ആരും നോക്കുന്നുണ്ടില്ല. എല്ലാവരുടെയും ചില പൽക്കഥയില്ല. സുന്നി, സലഫി, ജമാഅത്തെ ഇസ്ലാം, തബ്ലീഗി ജമാഅത്ത്, അതേപോലെ വേറെ വേറെ ഗ്രൂപ്പുകളെല്ലാം അറിയപ്പെടുന്ന പോലത്തെ ഇന്ന് മുസ്ലിം സമുദായം ആരെത്തിക്കാർ ആക്കുന്നത് ശരി, ആരെത്തിക്കാർ ആക്കുന്നത് റോങ്. സലഫിനെ ചൊല്ലാർ അങ്ങാക്കുന്നത് കറക്റ്റ്, സുന്നിനെ ചൊല്ലാർ അല്ല അങ്ങാക്കുന്നത് കറക്റ്റ്, ജമാഅത്ത് ഇസ്ലാമിനെ ചൊല്ലാർ അങ്ങാക്കുന്നത് കറക്റ്റ്, തബ്ലീഗ് ജമാഅത്താണ് അങ്ങാക്കുന്നത് കറക്റ്റ്. അങ്ങ് അവിടെ ഒന്നും നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പായിട്ട് ഈ ഒരു ബേസ് തന്നെ നോക്കി ഒരു സാധാരണ ഒരു മനുഷ്യൻ അവർക്ക് ഒരു സംഘടന വിഷയപ്പെടില്ല, ഒരു സംഘടന മെമ്പർഷിപ്പ് ഓണല്ല, ഒരു സംഘടന കൂടെ അവൻ വർക്കും ആക്കിത്തില്ല. അങ്ങനത്തെ വർത്തക്ക് പോലും പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കണ്ടെത്തുന്ന ഒരു പോലത്തെ റൂട്ട് ഐറ്റിക്ക് തരത്തുക്കും അല മഹിജ്ജത്തിൽ ബൈദാ നാനികളെ വിട്ടുപോയി പോലത്തെ ചൊല്ലുന്നതേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബികളെ ഇങ്ങനെ ചൊല്ലുന്നത് വമയ്യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കതീറാ. നണ്ടൽ പിന്നെ നിങ്ങൾ ആർ ചെയ്യിക്കാറ അങ്ങ ചുമ്മ ഇഖ്തിലാഫാത്തര കാണ്ടാ. ആര് സ്വഹാബികൾ നണ്ടൽ പിന്നെ നിങ്ങൾ ആർ ദുടിക്കാറ നിങ്ങൾ ചുമ്മ ഇഖ്തിലാഫാത്തര കാണ്ടാ, വേറെ വേറെ അഭിപ്രായത്തെ കാണ്ടാ. ആ സന്ദർഭത്തിൽ എന്താക്കുന്നു ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നതി. ആ സന്ദർഭത്തിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് പിടിയിലെ പോലത്തെ നല്ല സുന്നത്ത് നന്റെ ശരീരം കെട്ടിപ്പിടിക്കുക. അവിടെ നിപ്പാടുന്നില്ല പിന്നമാ വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ. നന്റെ സുന്നത്തിനെ മാത്രമല്ല പിന്നമാ ഖുലഫാഉ റാഷിദീങ്ങളെ സുന്നത്തിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കണം. നോക്കൂ, ഇനി ചരിത്രത്തിൽ നിങ്ങൾ പരിശോധന ആക്കുമ്പോൾ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്താക്കിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ മുസ്ലിം ഉമ്മത്തിൽ ഇഖ്തിലാഫാത്ത് സ്റ്റാർട്ട് ചെയ്ത് ചൊല്ലുന്നത്. വേറെ വേറെ വാദിട്ട് ഓരോ വിഭാഗങ്ങൾ വന്നാൽ ഖദറിനെ നിഷേധിച്ചിട്ട് ഖദരിയാക്കന്മാർ വന്നാൽ, മുഅ്തസില വാദത്തെ ആൾമാർ വന്നാൽ, അതായത് അല്ലാഹുവിന്റെ കലാമിലുള്ള ഖുർആൻ അത് അല്ലാഹുവിന്റെ മഖ്ലൂഖ് വെച്ചു അവർ വാദിക്കുന്നത്. മുർജിയാക്കന്മാർ വന്നാൽ റജാ വെച്ച് എത്ര പേരെ തപ്പാക്കിയെങ്കിലും അവನು മുസ്ലിമാവും സ്വർഗത്തിൽ ചൊന്നു അങ്ങനത്തെ വാദത്താൽ. ഖവാരിജക വന്നാൽ ചെറിയ അതായത് കബായിരത്തുള്ള തപ്പാറാക്കിയെങ്കിലും അവന് കാഫിറായ ചൊല്ല വാദത്താൽ. ഇങ്ങനെ വേറെ വേറെ ഷിയാക്കന്മാർ വന്നാൽ വേറെ വേറെ രൂപത്തില് മുസ്ലിം ഉമ്മത്തില് വേറെ വേറെ വിഭാഗ ആൾമാർ ബന്ധുരാറ് ചുറ്റുള്ളതെത്തി. ആ സന്ദർഭത്തിലെല്ലാം സ്വഹാബിരങ്ങ അങ്ങനൊട്ടിಗೆ ವಾದ ಹಾಕಿയത്, അങ്ങനൊട്ടിಗೆ ഡിബേറ്റ് ആക്കിയത് ഖുർആന്റെ ഹദീസിനെ മുന്നിൽ വെച്ച് തിരിച്ചുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അങ്ങ് കൊമ്മനെ പോലത്തെ ആ ആശയത്തെ ചൊന്നാർ നിങ്ങൾ ചൊല്ല പോലത്തെ ഇങ്ങനത്തെ ഒരു ആശയ ನಂತರ ഞങ്ങൾ റസൂൽ പഠിപ്പാടിത്തില്ല. റസൂൽ അനുയായിമാരിക്കുന്ന സ്വഹാബിരങ്ങളും ശ്രേഷ്ഠ സ്ഥാനമാനത്തിൽ ഇന്ന് അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു
അതേപോലെ അഷറത്തുൽ മുബശ്ശിരീന്റെ ആ സ്വഹാബിമാരും നമുക്ക് പഠിപ്പാട്ടാത്തെ അങ്ങനത്തിൽ നിങ്ങൾ കേൾക്കാത്തെ വാദയിക്ക് ചൊന്തു അങ്ങനെന്താക്കിയാറ് പുതിയ പുതിയ ആശയ വരുമതുകളെല്ലാം അത് റിജക്ട് ആക്കി. അതിൽ പിന്നെ സ്വഹാബിമാരെ കാലഘട്ടത്ത് താബിയമാരെ താബിയമാരെ ഇമാമാരെ അതിൽ പിന്നുള്ള കാലഘട്ട ഇന്ത്യത ഞങ്ങൾ ചെയ്യിച്ചുകൊണ്ടുള്ള പോലത്തെ ഈ കാലഘട്ട പോലും ഫിത്നത്തിൽ നിന്ന് ഇഖ്തിലാഫാത്തിൽ നിന്ന് മുക്തല്ല ചൊല്ലുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കിണ്ടും എത്ര ഇഖ്തിലാഫാത്ത് കാണും സാധ്യം വേറെ വേറെ അഭിപ്രായത്തിൽ അങ്ങ് ചൊല്ലുന്നത് കറക്റ്റ്, ഇങ്ങ ചൊല്ലുന്നത് കറക്റ്റ് ഒന്നും നോക്കുകയില്ല. അങ്ങ് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അസ്ലൈതി അവർ കൗലി ഏതൊരാളുടെയും ചൊല്ലുമ്പോൾ അതേ എത്തിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം എന്താക്കുക മനസ്സിലാക്കിയിരിക്കും. ഈ ഒരു വിഷയം അതോടെ ചൊല്ലുമ്പോൾ കാരണം ഇന്ന് ഞങ്ങളുടെ സമൂഹത്തില് ശിർക്ക് ബിദ്അത്തെല്ലാം വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്തു. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ മാത്രമേ വിളിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ കർത്തി തിന്നാണ്ടെങ്കിൽ ആ വഹ്ദാനിയത്തിന് വിരുദ്ധമായിട്ടുള്ള പോലത്തെ അമലിത്തിക്ക് മുസ്ലിം ഉമ്മത്തിനങ്ങ ആക്കിക്കൊണ്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കണം, ആ ഉമ്മത്തിനൊട്ടിക്ക് ഞങ്ങൾ കേൾക്കും. ഇസ്ലാം ചൊല്ലുള്ള ദീൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലെ കംപ്ലീറ്റ് ചെയ്തു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സൂറത്തുൽ മാഇദത്തെ ആയത്ത് 3. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാസ്റ്റത്തെ ഹജ്ജ് ചെയ്തിരിക്കുന്നു. അത് ഫസ്റ്റത്തെ ഹജ്ജും ലാസ്റ്റത്തെ ഹജ്ജ് ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവരെ ഒരു തിങ്കൾ വന്നു. റബീഉൽ അവ്വൽ വഫാത്തായിരുന്നെങ്കിൽ അതിന് മുന്നൽ കല്ലിപോയെ സഫർ മുഹറം അതിലെ 3ാമത്തെ തിങ്കളായിട്ടുള്ള ദുൽഹിജ്ജ ആ തിങ്കൾ അവതീർണായ ആയത്തെ തിങ്കൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീനിനെ കംപ്ലീറ്റ് ആക്കി തന്നരാ. അതായത് കംപ്ലീറ്റ് ആക്കി ചൊല്ലുമ്പോൾ അതില് ഇനി ആറാവട്ടെന്ന് ബന്ധം എന്താവട്ടെന്ന് ഫില്ലാക്കുമെങ്കിൽ എന്തിനാവട്ടെന്ന് കൂട്ടി ചേർത്തുമെങ്കിൽ ആറാവട്ടെ ബന്ധം അതിൽ നിന്ന് എന്തിനാവട്ടെന്ന് ഡിലീറ്റ് ആക്കുമ്പോൾ അനീതിക്കർ കംപ്ലീറ്റ് ആക്കി. അറഫ നാളിലെ തിക്കർ യൗമ അറഫ നാളിലെ തിക്കർ ആയത്ത് അവതീർണേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പാടുന്നുണ്ട്. ആ ആയത്തിന്റെ വിഷയം യഹൂദി ബന്തു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിಗೆ ചൊല്ലപ്പെട്ട ബൽക അതാ നിങ്ങളുടെ ഖുർആനിൽ ഇങ്ങനത്തെ ആയത്തുണ്ടല്ലേ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ആ ആയത്തിലേക്ക് ഞങ്ങളെ ഈ യഹൂദി സമൂഹത്തിക്ക് അവതീർണിട്ടിട്ടുണ്ടെങ്കിൽ ആ നാൾ ഞങ്ങൾ ആഘോഷമാക്കാത്ത ചൊല്ലു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലതെ ആ ആയത്ത് എവിടെ വെച്ച് അവതീർണേര് എപ്പോ അവതീർണേര് ചൊല്ലുന്നതെല്ലാം കറക്റ്റ് നമുക്ക് വിടുന്നു. അതൊരു അറഫ നാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫറെ ആ ഖുതുബ ആക്കുമ്പോഴത്തേക്ക് ആ ആയത്ത് റിവീലാണ്. ಅದರ ನೆಕ್ಸ್ಟ್ ನಾಲ್ ദുൽഹിജ്ജ ಬಂದನಕ ಆಘೋಷ ನಾಲೈತಿ ಅಲ್ಲಾಹ್ರ ದೀನ್ ಪೂರ್ತಿಯಾಗಿ ಅವರ ನಾಲ್. അതുകൊണ്ട് പ്രതിയൊരു വിഷയം എടുത്തു നോക്കണം. ഇന്ന് ഖബർ സിയാറത്ത് ചൊല്ലുന്ന പേരിൽ നടക്കുന്ന പോലത്തെ ഓരോ ശിർക്കൻ പ്രവർത്തന ഖബർ സിയാറത്ത് ചൊല്ലുന്നതില്ലേ ഉള്ളൂ സുന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് അതിനെ വിരോധാക്കിയിട്ട് നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഖബർ സിയാറത്ത് ആക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് വിരോധാക്കിയിട്ടില്ല. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ നിന്ന് ആൾമാർ ഇസ്ലാമിക്ക് വന്നപ്പ അങ്ങനെ പല ആ ശിർക്കൻ വിശ്വാസ അങ്കോപാസം കടന്നു വരൂ ചൊല്ലുന്ന പേരിൽ ഖബർ സിയാറത്തെ വിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങ് പിന്നെ ദീനെല്ലാം പഠിച്ചിട്ട് തൗഹീദെല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇനി ആ ശിർക്കങ്ങ പോവാത്ത പോലത്തെ അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫസൂറുഹ ഇതാ ഇപ്പൊ നിങ്ങൾ ആ ഖബറിന്റെ സന്ദർശനം വിസിറ്റ് ആക്കുക എന്തെങ്കിലും അത് നിങ്ങൾ ആഖിറത്തെ നെനപ്പാക്കുക
നിങ്ങളെ മൗത്തിനെ നെനപ്പാക്കണം. ഇന്നത്തെ ഖബർ സിയാറത്ത് അങ്ങനെ ഉണ്ടാകും. ആ ഒരു ഉദ്ദേശത്തിലുള്ള ആത്മാർ ഖബർ സിയാറത്ത് ചൊല്ലുന്ന പേരിൽ പോയോണ്ടില്ലേ? അല്ലല്ലേ? ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് കാണുമ്പോൾ സാധ്യമാവും. ഖബറിലുള്ള ആത്മാർക്ക് ദ്വാർപ്പം കയറ്റിക്കുന്ന ഖബർ സിയാറത്ത് അങ്ങനെ വിസിറ്റ് ആക്കുമ്പോ ആ മയ്യത്തിനെ വിസിറ്റ് ആക്കുമ്പോ ഖബറിലുള്ള ആത്മാരെ വിസിറ്റ് ആക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിക്ക് വരണോ ആരും ഇതേപോലെ കിടക്കുമ്പോ ഇണ്ടക ഒന്നും അല്ലാണ്ട് കാലി ഒരു മയ്യത്തുമല്ല ഇനി മണ്ണയിച്ച് ആ ഖബറിലുള്ള ഞങ്ങൾക്ക് ഒരു അമൽ പോലും ആക്കാൻ കാവില്ല. അങ്ങനെ ഒരു ജനറക്കാത്ത നിസ്കരിക്കോട് ചൊട്ടിപ്പങ്ക് മനസ്സിനെങ്കിലും അത് നിസ്കരിക്കും കാവില്ല. അങ്ങനെ അമലാക്കുന്ന ടൈം അവിടെ ഉണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ലപോലെ തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ അല്ലാഹു ഇത്തിക്ര സത്യ ഖബറിലുള്ള ആത്മാരുടെ വിത്ത് കേട്ട് നിന്നാണ്ട് ഇത്തിനെങ്കിൽ തമന്നോ നിങ്ങൾ ആശബക്ക തമന്നോ അൻ ആശബക്കാത്ത എന്തിരെ യൗമൻ ഫീ റമദാൻ റമദാന്റെ ഒരു നാല് കിട്ടും ആശബക്കാത്ത എന്തെങ്കിൽ ഒരു നാല് ഫായിദ അത്ര ഉണ്ടോ ചൊല്ലുന്നത് റമദാൻ നിങ്ങൾ ആക്കും കാവില്ല ഖബർ അവസ്ഥ ഇത്തി അങ്ങനത്തെ ഖബറിനെ സിയാറത്താക്കുമ്പോൾ ചൊന്നരെന്തിരക്ക് നിങ്ങളെ ആഖിറത്ത് നിങ്ങൾ നെനപ്പാവും, നിങ്ങളെ മൗത്ത് നിങ്ങൾ നെനപ്പാക്കും. ഇന്ന് ഖബർ സിയാറത്ത് ചൊല്ലുന്ന പേരിൽ നടത്തുന്ന പോലത്തെ ഓരോന്നും ആ ഒരു ഉദ്ദേശത്തിനായോണ്ടുണ്ടാ ചൊല്ലുന്ന ആലോചന ആഖിറത്ത് നെനപ്പാക്കും. ആൾമാരുടെ ഖബർ സിയാറത്താക്കി ഖബറിലുള്ള ആൾമാരുടെ കേൾക്കും കേടും അങ്ങനത്തെ നിന്ന് ബർക്കത്തെടുക്കും. ആ ഖബറിൽ സുജൂദിലും അവിടെ തവാഫാക്കും. ആ ഖബറിലുള്ള ആൾമാരുടെ ഇങ്ങനെ ആവശ്യത്തെ ചുള്ളക്കൊള്ളും എത്തിക്കിട്ട് പോയാണ്. അങ്ങനത്തെ ഒരു സിയാറത്ത് പരിപാടി പരിശോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം നബിയത്ത് നബുവത്ത് കിട്ടിയ പിന്നെ ചെയ്തു 13 വർഷം മക്കത്തിലും 10 വർഷം മദീനത്തിലും. ആ 13 വർഷത്തിൽ 10 വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ ഒട്ടുന്ന സ്വഹാബിരം കിട്ടിയത ഞങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ഖബർ മക്കത്തിലുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മക്കത്തിൽ ചെയ്താൽ അയാൾ ഖബറൊന്ന് ഞങ്ങൾ വിസിറ്റ് ആക്കും പോയി അവിടെ ഒരു ഫാത്തിഹോദും പോയി അല്ലെങ്കിൽ അവിടെ ഇസ്മായിൽ നബി ഒരു ഹഖ്ജായ ബർക്കത്ത് ഞങ്ങൾ തേടും പോയി അല്ലെങ്കിൽ അവിടെ ദുആർക്കും പോയി ആക്കിയ ഇതെല്ലാം ആൽമാർ വേറെ വേറെ നബിമാർ ഖബർ ദുനിയാവിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭാഗത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഏതാവട്ടെ ഒരു ഖബർ നബിക്കാട് ഇതാ ഇതിന്റെ മുതൽ വഫാത്ത് ചെയ്തു പോയി ഇന്ന നബിയുടെ ഖബർ എത്തിക്കരുത് നബി അങ്ങനത്തെ പ്രദേശത്തിലെല്ലാം സഞ്ചാറാക്കി. ഷാം ഗുബൈർ തബൂക്ക് ഗുബൈർ ആ ഏരിയത്തിലെല്ലാം അമ്പിയാക്കന്മാർ വന്ന ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ എപ്പാവട്ടു ഇതാ ഇന്നൊരു ഖബറോടുണ്ടോ അവിടെ സിയാറത്താക്കി ഇങ്ങനെ പോയി ചുന്തല രൂപത്തിൽ അങ്ങനെ കാട്ടിയത് ആ രൂപത്തിൽ സിയാറത്ത്. അപ്പൊ അങ്ങനെയില്ലാണ്ടായെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണം ഇണ്ട് അങ്ങനെ ആക്കിയ ആൾമാർ അങ്ങനെ ദീനിലില്ലാത്ത പുതിയൊരു ആചാരത്തിക്ക് കൊമന്നറിച്ചു ಪ್ರತಿಯೊಂದು ವಿಷಯ ನಾನು ಖಾಲಿ ಒಂದು ಜನ ಉದಾಹರಣೆ ಮಾತ್ರ ಸುಮ್ಮನೆ ದೀರ್ಘ ಇದು ಪಲ್ಕವರೆಗೂ ಟೈಮು ಇಲ್ಲ ഞങ്ങൾ നിസ്കാരം എടുത്തു നോക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഇങ്ങനെ നിസ്കരിക്കൂ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നീ കണ്ടാറ ആ രൂപത്തിൽ എങ്ങനെ നിസ്കരിക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയ ഒരു രൂപമുണ്ട് നിസ്കാരത്തിൽ ഇത് ഞാൻ നോക്കുമ്പോയെങ്കിൽ വേറെ വേറെ മദ്ഹബിനാൽ വേറെ വേറെ കോലത്തിൽ നിസ്കരിക്കും. ഞങ്ങളെന്താക്കുമല്ലേ ഏതേത് മദ്ഹബിൽ നോക്കി മദ്ഹബിൽ ഇമാമാർ ഇങ്ങനെ പഠിപ്പാടുണ്ട് അതുകൊണ്ട് ആ ഇമാമിന്റെ ഭാവമാക്കി നിസ്കരിക്കാൻ അങ്ങനെ ഉണ്ടാ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിരുന്നു ഞാൻ വഫാത്തായി പിന്നെ ഇത്ര വർഷങ്ങളിൽ ഇന്നൊരു ഇമാം ഇന്ന ആയത്ത് കണ്ട് കൂഫത്തിൽ ഇന്ന ഇമാം കണ്ട് അബൂ ഹനീഫ മദീനത്തിലെ ഇമാം മാലിക് കണ്ട് ഗസ്സത്തിലെ ഇമാം ഷാഫി കണ്ട് ബഗ്ദാദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ കണ്ട് അങ്ങനെ ചൊല്ലുന്നു. അങ്ങനെ വന്നതിൽ പിന്നെ നീ എന്താക്കറു നിങ്ങൾ അതിൽ പിന്നെ ഓരോ ഇമാമാരെ ഫോളോ ആക്കിട്ട് നീ അങ്ങനെ പെറോൽ പോണു അങ്ങനെ ചൊല്ലണം. ഈവൻ ഇമാമാർ ചൊല്ലുന്നതാണ് അങ്ങനെ ചൊല്ലില്ല. ഖുദ്ദു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് വട്ടു ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് വട്ടു ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വട്ടു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നിങ്ങൾ ആരും ചൊല്ലില്ലെത്രേ നന്റെ നിങ്ങൾ ഫോളോ ആക്കുമോ ചൊല്ലുന്നു. അങ്ങനെല്ലാം ചൊല്ലുന്നതിന്റെ ഇതാ സഹൽ ഹദീഥു ഹുവ മദ്ഹബി ഒരു ഹദീത്ത് സഹീഹ് ബന്ധമായി അതേറ്റിക്കണം എന്റെ മദ്ഹബ്. പല കാലഘട്ടത്തില് ഹദീഥിലും റോഡിക്കറ നടന്നില്ല
ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇമാം മുസ്ലിം റഹിമഹുല്ലാ, ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജ റഹിമഹുമുല്ലാ ഇങ്ങനെല്ലാം കടന്നു വന്നത് ഈ 4 ഇമാംമാരിൽ പിന്നീട്. അതുകൊണ്ട് ആ ഇമാംമാർക്ക് അങ്ങനെ ജീവിതത്തിൽ അങ്ങ് പഠിച്ചപ്പോ കുറെ ഹദീസ് അങ്ങ് കിട്ടാണ്ട് പോയി. അപ്പൊ കിട്ടാണ്ട് പോയപ്പോ അങ്ങനെ ഇൽമൊരു ബേസിൽ അങ്ങ് കുറെ ഫത്വ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അങ്ങ് കുറെ വിശേഷ അങ്ങ് സ്വീകരിച്ചിരുന്ന ആയെങ്കിലും അങ്ങ് ചൊന്ന ഈ നേരത്തെ ഹദീസ് സ്വഹീഹ് ബണ്ടുണ്ടായെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ എടുക്കേണ്ട അങ്ങ് ചൊന്നതാണ് 4 ഇമാംമാരും ചൊന്നതാണ്. അങ്ങനെ ഉണ്ട് ഞങ്ങളുടെ അവസ്ഥ ആ ഇമാംമാരെ വ്യക്തിപരാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നിങ്ങളുണ്ടോ ചെന്നെങ്കിൽ പോലും ഞങ്ങൾ കേട്ടോയില്ല. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലുള്ള നോമ്പെടുത്ത പള്ളിയിൽ എല്ലാ ഫർദ് നിസ്കാരത്തിലും പിന്നെ ഒരു കൂട്ടുദുവ ഇന്ന് നടന്നുകൊണ്ടിരിക്കും. ആ കൂട്ടുദുവത്തിന്റെ ദലീലുണ്ട്. ഏതാവട്ടെ ഒരു ഹദീസ് കുമന്ത് ഏതാവട്ടെ ഒരു മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർക്ക് ഇതാ ഇന്ന ഹദീസിലുള്ളൂ നിസ്കാരത്തിൽ ഇങ്ങനെ കൂട്ടയിട്ട് ഞങ്ങൾക്ക് ദിക്ർ ദുവെല്ലാം ചൊല്ലാ ഒന്നും കാട്ടിയെങ്കിൽ നീ അവൾക്ക് അക്സെപ്റ്റ് ആക്കാം. അങ്ങനത്തെ അക്സെപ്റ്റ് ആക്കുന്നത് പഠിக்கிறേ ഹദീസിലുണ്ടായ പിന്നെ സ്വീകരിക്കണല്ലോ. സ്വഹീഹുൽ ഹദീസിലുണ്ടായ അങ്ങനെ കാട്ടാറുണ്ടായി ഞങ്ങൾ എടുക്കണേ. പിന്നെ ഞങ്ങളെ ഇമാം അങ്ങനെ സ്പീക്കിന്റെ ഞങ്ങൾ ഉസ്താദ് ഇങ്ങനെ ചുട്ടു ഞങ്ങൾ നോക്കില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ അങ്ങനെ എടുക്കണം. അങ്ങനെ കാട്ടുമ്പോൾ സാധ്യമാവില്ല. എന്റെ ഫജർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതില്ലേ പള്ളിയിൽ ഓതുക. ആ ഫജർ നിസ്കാരത്തിൽ കുനൂത്ത് 6 മണി പാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അങ്ങനത്തെ ഒരു കുനൂത്തുണ്ടാ ഞങ്ങൾ പരിശോധന ആക്കും. ഉണ്ടായെങ്കിൽ അങ്ങനെ എടുക്കണം. ഇല്ലാണ്ടായ അങ്ങനെ എടുക്കണം. ಕೇಳ್ಕೊಳ್ಳಿ ದಲೀಲ್ ಕೇಳ್ಕೊಳ್ಳಿ ಇನ್ನಂತ ಕುನೂತ್ ಓದಿರಬಹುದು ನಿಸ್ಕಾರ ರಸೂಲುಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಪ್ಪ ಹೊರಟರು ಅನ್ನಂತ ನಿಸ್ಕಾರ ನಿಸ್ಕಚ್ಚ ಫಜ್ರ್ಲು ಕುನೂತ್ ಓದಿರಿ ವಿತರ್ಲು ಕುನೂತ್ ವಿಷಯ അതേപോലെ പ്രത്യേക വിഷയം ഞങ്ങൾക്ക് പരിശോധന ആക്കാൻ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സാബിതൈറ സ്വഹാബിമാർ കാട്ടി തന്നറാണ്. അതിനൊക്കെ ബേസായിട്ട് എടുക്കണം. ദീൻ അങ്ങ് പൂർത്തിയാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന്റെ പ്രത്യേക വിഷയം നമുക്ക് പഠിപ്പാട് തന്നിരിക്കുന്നത് ഈ ദുനിയാവിൽ വഫാത്ത് ചെയ്തു പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട് ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു എന്തേ അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ദീനേറ്റ് എന്തെല്ലാം അതായത് സ്വർഗ്ഗത്തിൽ എന്തെല്ലാം വിഷയമുണ്ട്. ആ വിഷയം ഞാൻ എനിക്ക് പഠിപ്പാടി തരാണ്ട് പോയിട്ടില്ല. നരകത്തിൽ നിന്ന് ദൂരാഗ്രഹം എന്തെല്ലാം വിഷയമുണ്ട്. ആ വിഷയത്തെ തൊട്ടത് നാണിക്ക് എച്ചരിക്ക തരാണ്ട് പോയിട്ടില്ല. ചൊല്ലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി അതെ ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബിഹി വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നിങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തുവാഗ്രഹത്തെ സ്വർഗ്ഗത്തിൽ മുട്ടാഗ്രഹത്തെ ഏതൊരു വിഷയമുണ്ട് അതൊരു വിഷയത്തിൽ നാണിക്ക് ചൊല്ലാണ്ട് പോയിട്ടില്ല. നരകത്തിൽ നിന്ന് ദൂരാഗ്രഹത്തെ ഏതെല്ലാം വിഷയമുണ്ട് അതിൽ തൊട്ട് നാണിക്ക് എച്ചരിക്ക തരാണ്ട് പോയിട്ടില്ല, വിരോധിക്കാണ്ട് പോയിട്ടില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി തീർന്നിയാവില്ല. ഞങ്ങൾ കേൾക്കുമ്പോൾ പോലത്തെ ക്വസ്റ്റ്യൻ രീതികൾ എന്നിട്ട് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു 4-5 വിഷയം ഞങ്ങൾ ആൾമാർക്ക് കേൾക്കാണ്ടായെങ്കിൽ ഒന്നാമത്തെ വിഷയം വെച്ചെങ്കിൽ നവതി പോലത്തെ ആയത് അയ്യവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഏത് ബിദ്അത്താക്കറ ആൾമാർ അങ്ങോട്ട് ഞങ്ങൾ കേൾക്കും എന്തേ ഇതാ അനാഗ്രഹത്തെ ബിദ്അത്തിനെ കാണിച്ചു. ഈ ബിദ്അത്ത് ഇതൊരു ഇബാദത്താണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതാണ്. അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അത് ബന്നതാണ്. അപ്പൊ അത് ഒരു ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി ചൊല്ലാണ്ടായെങ്കിൽ ഇവിടെ പഠിപ്പാട്ടി ചൊല്ലുന്ന കേൾക്കും. ദലീല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ള ചൊല്ലും. പിന്നെ അത് ഇന്ന ഇമാം പഠിപ്പാട്ടി അല്ലെങ്കിൽ ഇന്ന ആൾമാർ പഠിപ്പാട്ടി ചൊല്ലാണ്ടായെങ്കിൽ അങ്ങനെ കേൾക്കുമ്പോൾ അപ്പൊ ഈ ആയത്തിന്റെ ഖുർആന്റെ ഈ ആയത്ത് പണ്ട് ദീൻ കംപ്ലീറ്റ് ആയിട്ടില്ല, എന്റെ ദീൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനത്തെ ഒരു വാദമുണ്ട് എനിക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം കാലത്ത് ദീൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൽ പിന്നെ അതിനെ കംപ്ലീറ്റ് ആക്കിയത് വന്ന 4 ഇമാംമാർ എത്തിക്കാർ, അല്ലെങ്കിൽ ഇന്ന മുഹദ്ദിസ്മാർ എത്തിക്കാർ, അല്ലെങ്കിൽ ഇന്ന പിന്നെ ഉസ്താദ്മാർ എത്തിക്കാർ കംപ്ലീറ്റ് ആക്കിയ രക്ഷത്തിലെ വാദ നമുക്കുണ്ടാകും. അതുകൊണ്ടുണ്ടായെങ്കിൽ അത് ഭയങ്കര അപകടകരമായിട്ടുള്ള വാദ എത്തിക്കുറിച്ചൊക്കെ മനസ്സിലാക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മാലിക് ബിൻ അനസ്
റഹിമഹുല്ലാ നമുക്ക് വഴിപാടുന്ന പോലത്തെ ഒരു കൗൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. എന്ത് രീതിയിൽ சொல்றேன் அதே இமாம் மாலிக் இப்னு அனஸ் ரஹிமஹுல்லாஹ் சொல்ற റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിത്ത് ഏതൊരു വിഷയം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാടി തന്നു. ഇനി ആറാവട്ടത്തെ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത, ആറാവട്ടത്തെ ഇസ്ലാമിൽ പുതിയതായിട്ടുള്ള ഒരു ബിദ്അത്ത് റകമന്ന എങ്ങനെ കൊമന്ന യറാഹ ഹസന, ಅವನು ಆದರೆ ನಲ್ಲದು ಚುತ್ತಲ ರೂಪದಲ್ಲಿ ಇತ್ತಿಕ್ರು ಅದರ ಕೊಮಂತ ಅದರ ಆರೋಪದಲ್ಲಿ ಇತ್ತಿಕ್ರು ಅವನು ಕಾಂಡೇಟಾಯಂಗಿಲ್ ಫಕತ್ ಜಅಮ ಅನ್ನ ಮುಹಮ್ಮದನ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಖಾನ ರಿಸಾಲ, ಅವನು ವಾದ ಗ್ರಂಥಿಗಳ ನಬಿ ತನ್ನ ರಿಸಾಲದ ವಂಚನೆ ಕಾಟಿತು. അതായത് നല്ലത് ചൊന്ത അങ്ങനെ ഒന്നുണ്ടോട്ടായെങ്കിൽ നബി അത് പഠിപ്പാടില്ല, സ്വഹാബിമാർ പഠിപ്പാടില്ല. നാല് മഹ്ശറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ബാക്കി സ്വഹാബിമാരിലെ കേൾക്കാത്ത നഗരട്ടി നബിയെ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടല്ലേ ഞങ്ങൾ പിന്നെ ഈ ഉമ്മത്തിൽ ചൊന്ന ആൾമാർ ആക്കിക്കൊണ്ടുള്ളാറില്ല, എനിക്കെന്താ നിങ്ങൾ പഠിപ്പാടില്ല ചൊന്തനെ കേൾക്കല്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത്രയൊക്കെ മനസ്സിലാക്കില്ലേ ഏതൊരു വിഷയം നിങ്ങൾ എടുത്തു നോക്കുമ്പോയി. അതുകൊണ്ട് സഹോദരന്മാരെ നല്ലതല്ലേ ചൊന്തുള്ള രൂപത്തിൽ പോലും നമുക്ക് ദീനിൽ ഒന്നും കുമറുക്കുള്ള റൈറ്റ്സ് ഇല്ല ചൊന്തുള്ളതിനൊക്കെ മനസ്സിലാക്കും. നമുക്ക് ആ റൈറ്റ്സ് ഇല്ല. എന്താ വെച്ചാൽ എല്ലാം നല്ലതും നല്ല രീതിയിൽ എന്തെങ്കിലും അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിൽ ഖാദി ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയാൾ അറിയപ്പെട്ട ഒരു സ്വഹാബി. അയാളുടെ കൂഫത്തിൽ ഖാദിയായിരുന്ന ടൈമിൽ ഒരു ആൾമാർ കൂഫത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നാൽ പള്ളിക്ക് വന്നിട്ട് അങ്ങനെ അവസ്ഥ എന്തിനെ അങ്ങോട്ടിങ്ങനെ ഒരു ഗുല്ലിയെല്ലിട്ട് ഒരാളിങ്ങനെ ഒരിങ്ങനെ കല്ലര ഗുലിക്ക് അങ്ങനെ ചൊല്ലി എല്ലാവരും എന്തിനെ സബ്ബിഹു മിഅ, എല്ലാവരും 100 വട്ടം തസ്ബീഹ് ചൊല്ലും, എല്ലാവരും സുബ്ഹാനല്ലാഹ് 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 ഉപാസിങ്ങനെ 100 കല്ലിട്ടാൽപ്പിനെ ഉപാസിങ്ങനെ കബ്ബിറു മിഅ, എല്ലാവരും 100 വട്ടം തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പിന്നെ അത് 100 വട്ടം ചൊല്ലാൽപ്പിനെ തഹല്ലീലു മിഅ, എല്ലാവരും 100 വട്ടം തഹ്ലീൽ ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഫസ്റ്റ് കാർ കാണിയ ഫസ്റ്റ് വേറൊരു സ്വഹാബി ദിക്ർ കാണി അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ദിക്റുന്നുണ്ട് നെനക്ക് പ്രകാരം അയാൾ പോയി ദിക്ർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആക്കി ഉള്ളാർച്ചു. ആ സന്ദർഭത്തിൽ അയാൾ ഔദ്രോഡിയം വന്നിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള ആൾമാരൊട്ടിക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന പൽക്കുണ്ടോ എന്തിനെ ദിക്ർ നിങ്ങൾ ആക്കിക്കൊണ്ടുള്ള ഇത് എന്തിനെ ദിക്ർ നിങ്ങൾ ഇതോടെ ആക്കിക്കൊണ്ടുള്ള ഇത് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നിങ്ങൾ ചുറ്റും ചെയ്യിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇട്ട ഡ്രസ് പോലും കൊണ്ടുപോയിട്ട് പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസ് ആക്കിയ എട പോലും ഒടിഞ്ഞിട്ട് പോയിട്ടില്ല. അപ്പം നിങ്ങൾ ഈ ദീനിൽ പുതിയതായിട്ട് കുമന്നാറ അപ്പൊ കൃഷ്ണാർ ഇത് നല്ലതല്ല, ഞങ്ങൾ ഹൈറല്ലാണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കില്ല. അയൽസിന്റെ പൽക്കെന്തരെ അങ്ങനത്തെ ഒരു ഹൈറും ഇല്ല ചൊല്ലുള്ളതെത്തിക്കുക. എത്ര ആൾമാർ എത്തിക്കുക ഹൈറ് ചൊന്ന് വിചാരിക്കുന്ന അങ്ക് അതിൽ കൂലിയെല്ലാം കിട്ടാണ്ട് കൊണ്ട് ചൊല്ലുള്ളതെത്തിക്കുക. അങ്ക് എച്ചരിക്ക കൊടുത്തു അങ്ങനെ ഓടാട്ടിത് പള്ളി ഞങ്ങൾ ആക്കണ്ട നോക്കൂ. അങ്ങനെ സ്വന്തം ഇത് വേറെന്തോ അല്ല, ഒരു ഭജന പള്ളിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഭജന സ്വന്തം ഇല്ല, അല്ലെങ്കിൽ വേറെന്താ പാട്ട് പാടിയ അങ്ങനെ സ്വന്തം ഇത് തസ്ബീഹ് തഹ്ലീൽ തക്ബീർ. അപ്പൊ അങ്ങനെ ചൊല്ലുമ്പോൾ പോലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു രൂപത്തിൽ ചൊല്ലുമ്പോൾ പഠിപ്പാടിത്തില്ലല്ലേ ചൊല്ലിയിരിക്കുന്ന സ്വഹാബി ഞങ്ങൾ ഓടുവായി. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുമ്പോലത് ഞങ്ങൾ ഏത് നല്ലതാക്കിയല്ലോ ഞങ്ങൾക്ക് എന്തിനുണ്ടോ ഞങ്ങൾക്ക് ഇസ്ലാമിൽ എന്തിനുണ്ടോ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം. ആ മാർഗത്തിൽ ഉള്ളതായിട്ട് ഞങ്ങൾ ആക്കുമ്പോൾ ഇബാദത്തായെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എങ്ങനെ കാട്ടിയത് എങ്ങനെ ആഗ്രഹിച്ചത് ആ രൂപത്തിലാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പോലും എന്താക്കാറ് 3 ആൾമാർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുക്ക് വന്ന നബി ഔത്തില്ല
നബി ബെന്നൈമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡെയിലി ലൈഫ് നബി ആക്കിയ ഇബാദത്തിന്റെ വിഷയം കേട്ട നബി എത്ര നിസ്കരിക്കരുത്, നബി എത്ര നോമ്പ് പിടിക്കരുത്, നബി എത്ര ദിക്ർ എടുക്കരുത്, അങ്ങനെല്ലാം കേട്ടിട്ട് ലാസ്റ്റ് നമുക്ക് അജീബ് വണ്ടർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയെങ്കിൽ അല്ലാഹുവേ നബി ദിക്ർ അല്ലാഹു എല്ലാ ചെറിയ വലിയ ദോഷത്തെ നബിക്ക് മാഫാക്കി കൊടുത്തു, നബി സ്വർഗത്തിലേക്ക്. ഞങ്ങൾ അങ്ങനല്ല. അതുകൊണ്ട് ഞങ്ങ സ്വർഗത്ത് പോകുന്നെങ്കിൽ എന്തിനാക്കണം? ഞങ്ങ അത് രണ്ടിയാറ് അമലാക്കണം. അങ്ങനെ 3 സ്വഹാബികൾ ഒരാൾ തീരുമാനമാക്കി, ഞാൻ ഈ ജാമന പറഞ്ഞില്ല, ജാമന കംപ്ലീറ്റ് ഞാൻ നിസ്കരിക്കുക. വേറെ സ്വഹാബിയത്തെ ഞാൻ എൻ്റെ ലൈഫിൽ എന്താവില്ല, മങ്ങിലാവില്ല. മങ്ങിലായെങ്കിൽ ഫാമിലി മക്കളായെങ്കിൽ അങ്ങനെ ബിസിയിൽ പിന്നെ നമുക്ക് ഇബാദത്ത് ടൈം കിട്ടും, ദൂരത്തിന് മങ്ങിലാവില്ല. 3ാമത്തെ സ്വഹാബി ചൊന്തു, ഞാൻ ഡെയിലി എല്ലാ നാളും ഞാൻ നോമ്പ് പിടിക്കാം. അങ്ങനെ പോയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔതുക്ക് വന്നൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഷീന ശുദ്ധ ഇങ്ങനെ 3-4 മാർഗം തിന്നാറ്. ഇങ്ങനെ തീരുമാനം എടുത്ത് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 മാരെ വിളിച്ച് തങ്ങളുടെ സ്വന്തം അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ തിക്റാറായി ഈ രൂപത്തിലെല്ലാം ചെന്നുപോയങ്ങ. അതിൽ പിന്നെ ചെന്നപ്പോൾ അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും, ഇതാ നിങ്ങളുടെ കൂട്ടത്തില് എല്ലാ തന്റെ അല്ലാഹുവിനെ പേടിക്കുന്നവനാണ് ഈ തിക്ര. വഅതഖാകും ലഹു, അല്ലാഹുവിനെ എല്ലാ തന്റെ തഖൂലവനാണ് ഈ തിക്ര. ആ പടിപാട്ടാത്ത രൂപത്തിലുള്ള അതിനാണ്ട് വലിയൊരു ഒരു ഖുശൂ, ഒരു തഖ്വ അതിൽ ನನ್ನ ವಸತಿರಲಾಕಿ ನೀ ಅಸುಮು ಉಫ್ತಿ, ನಾನು ನೋಂಬ್ പിടിக்கிறேன், നോമ്പ് പിടിക്കാണ്ടിരിக்கிறேன். വഉസല്ലി വഅർഖുദ്, ഞാൻ ജാമ നിസ്കരിக்கிறேன், ജാമന ഉറങ്ങുறேன், ജഡു ആക്കുறேன். വഅതസവ്വജു നിസാ, ഞാൻ പെണ്ണുമാരെ മംഗലം. ഇതേ തിക്ർ ನನ್ನ സുന്നത്ത്. ನಾ ಕಾಟಿದಿ ನಿಂಗನೆ ತಿಕ್ರುಲಿ ಜಾಮ ಕಂಪ್ಲೀಟ್ ಸ್ಕೆಚಿಂಗ್ ಪಡಿಪಾಟಿ ದೀನ ಕಾಣಬೇಕು. ಪೂರ್ಣ ಎಲ್ಲಾ ನಾವು ನೋಂಬ್ പിടിക്ക പടിപാടി ദീനല്ല നല്ലത്. മംഗലാവാണ്ട് കുടുംബത്തിൽ നിന്നെല്ലാം ദൂരെ ഇട്ടിട്ട് ഒരു സന്യാസി ചെയ്യുമ്പോൾ പടിപാടി ദീനല്ല നല്ലത്. അതുകൊണ്ട് ഫമൻ റളിബൻ സുന്നതി ഫലൈസ മിന്നി, ನನ್ನ സുന്നത്തിൽ നിന്ന് ആറ് മുഖത്തിരിച്ചിട്ട് കൊണ്ടാറ അവൻ നണ്ടാളല്ല ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം മനസ്സിലാക്കുക. ഈ വിഷയം മനസ്സിലാക്കിയിട്ട് എല്ലാ വിഷയത്തിനും ഉണ്ടാക്കുമ്പോൾ കമ്പയർ ആക്കുമ്പോൾ ഒരു സ്വലാത്ത് കേട്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിക്ർ കേട്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിസ്കാരം കേട്ടെങ്കിൽ, ഒരു നോമ്പ് കേട്ടെങ്കിൽ ഞങ്ങൾ ആക്കുമ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച നിസ്കാരം എന്തെന്ത് നിസ്കാരങ്ങളുണ്ട് ആൾമാർട്ടിಗೆ സ്വലാത്തു റഗായിബ് ചൊല്ലുന്ന നിസ്കാരം, സ്വലാത്തു തസ്ബീഹ് ചൊല്ലുന്ന നിസ്കാരം, അങ്ങനെ ಬೇರೆ ಬೇರೆ നിസ്കാരം നിസ്കരിച്ചു ഓരോടിയൽ. അതേപോലെ ಬೇರೆ ಬೇರೆ നോമ്പ്, മീറാജിന്റെ നോമ്പ് ചൊല്ലുന്ന നോമ്പ്, റജബിന്റെ നോമ്പ് ചൊല്ലുന്ന നോമ്പ്, ഇങ്ങനത്തെ നോമ്പ് ഇതെല്ലാം ഉണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിക ഞങ്ങ നോക്കണം. ഇല്ലാണ്ടായി പിന്നെ എന്ത് കേൾക്കണം? പടിപ്പാടി തിരുത്തറുണ്ടു. എല്ലാ തിങ്കളാഴ്ച നോമ്പിടിക്ക പടിപ്പാട്ടി, അതിനങ്ങ പിടിക്കണം. എല്ലാ വേലാസ നോമ്പിടിക്ക സ്വന്തു സുന്നത്തൈത്തുള്ളത് അതിനൊക്കെ എടുക്കാം. തിങ്കൾ അയ്യാമൽ ബീദ് നോമ്പിടിക്ക പടിപ്പാടിത്ത് എല്ലാ തിങ്കളെ മാദത്തെ കണക്കില് 13 പോണാലും പോണഞ്ചി ഈ 3 നാളിലും ഞങ്ങൾക്ക് പിടിക്കാം. അറഫ നോമ്പ് ഞങ്ങൾക്ക് പടിപ്പാട്ടി, മുഹറം നോമ്പ് ഞങ്ങൾക്ക് പടിപ്പാട്ടി. ഇങ്ങനത്തെ നോമ്പെല്ലാം ഞങ്ങൾക്ക് എന്താക്കാൻ ഞങ്ങൾക്ക് പിടിക്കണം. പടിപ്പാട്ടാത്ത തിരുത്തരോട് എന്തൊക്കെ പോകണം? വെറുതെ പോകും. ഞങ്ങൾക്ക് അത് കൂലി കിട്ടില്ല, മാത്രമല്ല ശിക്ഷ കിട്ടുന്നത് ആലോചന. വിദേഹത്തിലെ അപകട അല്ലാഹു സുബ്ഹാനഹു വ തആല ഈവൻ തൗബത്തെ പോലും തടഞ്ഞിട്ട് വെക്കറ ചുണ്ടലതൈತಿ വിദേഹത്ത് ആക്കറ ആൾമാരെ തൗബത്തെ പോലും അല്ലാഹു അക്സെപ്റ്റ് ആക്കില്ല. നാളെ ഖിയാമത്ത് നാളിൽ ഹൗദുൽ കൗസർ തന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡിസ്ട്രിബ്യൂട്ട് ആക്കറ പോത്ര അവസ്ഥ. ആ സന്ദർഭത്തില് നബിയുടെ ഉമ്മത്തിനെല്ലാം വന്ന് നബിയിൽ ആ തന്നിനെ സ്വീകരിക്കുക. പാലുരാണ്ടി ബെത്തതും കസ്തൂരാണ്ടി കമ്മനം തേൻരാണ്ടി മധുരലെ കൊണ്ട് ആ തന്നി വർക്ക കുടിച്ചെങ്കിൽ വർക്കത്ത് കൊണ്ട് താകാ ചൊല്ലുന്നത് ബറാത്തെ കൊണ്ട് ആ തന്നി ഉമ്മത്ത് കൊടുക്കുന്നത് ഒരു ആൾമാർ ബണ്ടാർ നബിയുടെ ഉമ്മത്ത് ചുറ്റും നബിക്ക് പിടിയാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൈക്കാലെല്ലാം ബെത്തിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉദൂരെ ആ അടയാളത്തിൽ കൈക്കാൽ ബെത്ത കൈത്ത രണ്ട് ഉമ്മത്തിനങ്ങ് പ്രത്യക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാടി നീട്ടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നടുവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടുവിലും ഒരു അണ്ട പോലും ഒരു മര പോലും അങ്ങ് വരം കാവാത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ ഉമ്മത്തല്ലേ വിടോറും സുന്നത്ത് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
വിഷയിക്കിട്ട് നബിയെ നിക്ക് പിടില്ലേ നിന്റെ പിന്നെ ഇങ്ങ ദീൻ എന്തെല്ലാം ചേഞ്ചസ് കൊമന്നാകും ചോദിച്ചു. അതായത് ഈ പരിപാടി ദീനല്ല ഇങ്ങ ഫോളോ ആക്കിയത് ചേച്ചി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുകൊണ്ട് പൽകൊണ്ട് ദൂരെ പോരും, നിങ്ങൾ ദൂരെ പോരും. ഹൗദുൽ കൗസർ ആ തന്നി പോലും കുടിക്കുള്ള സൗഭാഗ്യം കിട്ടാത്ത ആൾമാരായിട്ട് കൊണ്ടാണ് ചൊല്ലുന്നത്. അങ്ങാ ചൊല്ലുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടി ദീൻ എന്തിനെ ചൊല്ലുന്നത് വ്യക്തമായിട്ടുണ്ട്. ആ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പൂർത്തിയായിരുന്നു. ആ ദീൻ അതേപോലെ സ്വഹാബിയാണ് എട്ടുവാട്ടി തന്നരാറ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇ ആ സ്പീച്ചിലെ ദിക്ർ സ്വഹാബിക്ക് ഈ ദീൻ എട്ടുവാട്ടി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്പെട്ടത് ബല്ലിഗു അന്നി വലൗ ആയ നണ്ടല്ലി തുറായതെങ്കിലും എട്ടുവാട്ടി കൊടുക്കും. അതേപോലെ ഫല്യുബല്ലിഗി ഷാഹിദ് ഗായിബ് ഇത് ഹാജറുള്ള ഹാജറില്ലാത്ത എട്ടുവാട്ടി കൊടുക്കും. ചൊന്നതിന്റെ ഭാഗത്ത് അങ്ങ ആ മക്ക ആ മദീന ചൊല്ലുന്ന റായത്തെ ಬಿಟ್ಟು തള്ളം വിദൂര പ്രദേശത്തുകളിലും ഈ ദീൻ എത്തുവാട്ടിയാണ്. അതിന്റെ ഭാഗത്ത് നിങ്ങൾക്കും ദീൻ കിട്ടിയിട്ട് നിങ്ങൾ ദീൻ മനസ്സിലാക്കിയ അങ്ങനെ ദീൻ മനസ്സിലാക്കി നിങ്ങളോട് ചെയ്ക്കുമ്പോൾ ചുമ്മാ ആൾമാർ ദീനക്ക് വിരുദ്ധത്തിലുള്ള പ്രവർത്തനം ആക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഓർക്കത്തും ആ വഞ്ചനയിൽ കുടുങ്ങിട്ട് പോകും. ദീൻ എന്തേഷങ്ങൾ ആൾമാർ ചൊല്ലുന്നതേ ഞങ്ങൾ അബ്ബമാർ അങ്ങനെ ആക്കി തിന്നാറാ, ഞങ്ങൾ ഉമ്മമാർ ആക്കി തിന്നാറാ, 50 വർഷം മുതൽ അങ്ങനിത്ത 40 വർഷം മുതൽ അങ്ങനിത്ത 30 വർഷം മുതൽ അങ്ങനിത്ത ചൊന്ന് കേൾക്കണം. ഞങ്ങൾ ടൊല്ലൻ ചൊല്ലുമ്പോൾ ഞങ്ങൾ 40 വർഷം 50 വർഷം അബ്ബരെ ഉമ്മരെല്ലാം നോക്കുമ്പോഴല്ല ഞങ്ങൾ ദീൻ ഞങ്ങൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ 1400 വർഷத்துக்கு അതിന് മുന്നോട്ട് 400 വർഷத்துக்கு മുന്നോട്ട് അപ്പ ಇಂತ ഇത് അങ്ങനെ കേൾക്കുമ്പോൾ അപ്പ ಇಂತ അതിൽ ദീനെ ഇത്ര കിടക്കും. ആ ടൈമിൽ ഇല്ലാത്തത് അതിനെ അബ്ബമാരാക്കി തിന്നെങ്കിലും ഞങ്ങളെ ബോബമാർ ഞങ്ങളെ റായത്ത് ഉസ്താദ്മാർ ആറാക്കി തിന്നെങ്കിലും അതല്ല ദീൻ ചൊല്ലുന്നത് ഞങ്ങൾ എന്താക്കണം മനസ്സിലാക്കി തിക്കണം. ആ രൂപത്തിൽ ദീന്റെ വിഷയം പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടിട്ടു മുന്നോട്ട് പോകും ചൊല്ലുന്നത് ദിക്ർ ഓരോരുത്തരുടെയും ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹു ഹഖൈത്തുൽ ദീൻ അത് കറക്റ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ തൗഫീഖ് എല്ലാവർക്കും തരട്ട്. ഞങ്ങൾക്ക് ചെലവിൽ എല്ലാത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫാക്കി തരട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ചുമ്മാന്മാർ ശാരീരികമായിട്ട് മാനസികമായിട്ട് ആത്മീയമായിട്ടെല്ലാം കഷ്ടപ്പെട്ടിട്ടുള്ള സീതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരന്മാർ ഏർപ്പെടുന്നതും വൃത്തില്ലാത്ത കള്ളമുള്ള അല്ലാഹു എല്ലാവരും വിഷയം അറിയുക മാത്രമേ അവർക്ക് നല്ല രൂപത്തെ പരിഹാരത്തിന് കൊടുത്തിറപ്പ് അങ്ങനെ സീക്ര പൂർണ്ണത്തിലുള്ള രൂപത്തിൽ കൊടുത്തിറപ്പ് അല്ലാഹു ദീനഗീത പ്രയത്ന പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ഞങ്ങളെല്ലാവരും പ്രയത്നത്തെ അല്ലാഹു കബൂലാക്കി അല്ലാഹു ഈ ദീൻ ഈ രായത്ത് നല്ല പോലെ നൽകുമ്പോൾ അത് വേർപിടിക്കുമ്പോൾ ഈ ദീൻ യഥാർത്ഥത്തിലുള്ള മുഖ ഈ രായത്തെ എല്ലാ ആൾമാർക്കും എത്ര പോലത്തെ ഒരു മാഹോൽ റബ്ബാനി ഉണ്ടാക്കി റബ്ബ ഈ ദീനിൽ കെട്ടി നിൽക്കുമ്പോൾ തൗഫീഖ് റബ്ബാനി തന്ന റബ്ബ അല്ലാഹു മർക്കിനോട് തോൽ ദീനിൽ കെട്ടിയെടുത്ത് മരിക്കുമ്പോൾ لا اله الا الله ചൊല്ലുന്ന കലിമത്ത് ചൊല്ലുന്ന മരിക്കുമ്പോൾ തൗഫീഖ് തന്ന റബ്ബ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين صلى الله على محمد وعلى آله وصحبه أجمعين.